ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താണ് തുടരു സിനിമ ലാലേട്ടന്റെ ദിവസമാണ് റിലീസായി. ഇപ്പം പോയി കണ്ടു, കണ്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. അതെ, ഞാൻ റിവ്യൂ പറയാൻ വന്ന്. നമ്മള് പോയി പടം കണ്ടു. സത്യം പറയാലോ, ഇന്നാ മനസ്സ് നിറഞ്ഞ്. ആദ്യം തന്നെ എനിക്കൊരു ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. എങ്ങനെയുണ്ട് ആ പഴയ ലാലേട്ടനെ അത് കാണാൻ പറ്റിയോ? ഗൈസ്, നിങ്ങള് കാര്യമായിട്ട് പറയാം, പഴയ ലാലേട്ടനെ കാണാം നമുക്ക് 100%. നമ്മൾ എമ്പുരാൻ പോയി കണ്ട് പടം കുഴപ്പമില്ല, എമ്പുരാൻ അങ്ങനെ. പക്ഷെ ആ ഒരു പഴയ ഒരു ലാലേട്ടൻ നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷെ തുടരും തൂക്കി. സത്യം പറയാലോ ഗൈസ്, നിങ്ങൾക്ക് ആ പഴയ ലാലേട്ടനെ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണുക. വെറുതെ തള്ളൊന്നുമല്ല, ഞങ്ങള് വലിയ ഹാർഡ് കോർ ഫാൻസും അല്ല. ഇല്ലേ, നമ്മള് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ട് ഉണ്ട്. തരമൂർത്തി എന്ന ഡയറക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോയത്. അപ്പൊ അതിനുള്ള റിസൾട്ട് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റോറി എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റത്തില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. എന്നുവെച്ചാ ഒരു സ്റ്റോറി ഒരു അന്വേഷിക്കുക, അങ്ങനെ ഒരു സാധനം. അന്വേഷണം അല്ലേ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദൃശ്യ ഒരു ടച്ച് വരുന്നുണ്ട്, എന്നാലും അത്ര ഒരു ഇതില്ല. സംഭവം എന്ന് വെച്ചാ നമുക്കൊരു ടൈം കഴിയുമ്പോ പ്രെഡിക്റ്റ് ആവും ഇതെങ്ങനെ കഥ പോകുന്നത് പ്രെഡിക്റ്റ് ആവും. പക്ഷെ ആ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, പക്ഷെ ആ മേക്ക് ചെയ്തതും എന്ന് വെച്ചാ എന്തോ ചെയ്ത് വെച്ചേക്കുന്ന കിടിലായിട്ട്. നമുക്ക് എല്ലാം എന്ന് വെച്ചാൽ സ്പോയിലർ പറയാൻ പറ്റത്തില്ല, നാവിന്റെ അകത്ത്. അതെ, സത്യം പറഞ്ഞ എല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാനും പറ്റത്തില്ല. എന്നുവെച്ചാ നിങ്ങൾക്ക് പോയി കണ്ട് ആസ്വദിക്കുക. ഒരു 2.5-3 മണിക്കൂർ എത്ര ടൈം, ആ ഒരു ടൈമിൽ പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പടം. സത്യം പറയല്ല, ആ ലാലേട്ടന്റെ പണ്ടത്തെ കുറെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കാണിക്കും. എന്നുവെച്ചാൽ ശോഭനായിട്ട് പിന്നെ കുറെ ആൾക്കാരായിട്ടുള്ള കുറെ ഫോട്ടോസ് കാണിക്കും. അതൊക്കെ പക്ക എന്ന് വെച്ചാൽ നമുക്ക് കൈയടിക്കാം. ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു ആ സാധനം എന്നൊക്കെ വെച്ചാൽ പക്ക ഐറ്റം. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഇതിന്റെ BGM മ്യൂസിക് ജേക്സ് പുള്ളി കലക്കിയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ എമ്പുരാൻ കണ്ടപ്പോൾ നമുക്കൊരു എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്ന് വെച്ചാൽ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഒരു ഇതുമാതിരി ഒക്കെ തോന്നി. പക്ഷെ ഈ പടം എടുത്തു വെച്ചേക്കുന്നതും ആ ഒരു ഇതും എല്ലാം അടിപൊളിയായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ കിട്ടുന്ന ഒരു ഇതുണ്ട്. ഞാൻ ഫാൻസാറുടെ കൂടെ കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിരുന്നു. രാവിലത്തെ 10 മണിക്ക് ഷോ. അങ്ങനെ ഫാൻസ് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. സെക്കൻഡ് പാർട്ട് വരുന്ന രീതിയിലൊക്കെയാണ് അല്ലല്ല, സെക്കൻഡ് പാർട്ട് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പക്ഷെ അതിനകത്ത് ഞാൻ ആ പേര് തുടരും എന്നുള്ള പേര് വെച്ചിട്ടാണ് ഞാൻ വിളിച്ചിങ്ങനെ അങ്ങനെ സെക്കൻഡ് പാർട്ട് വേറെ എടുക്കുവോ ഇനി ഉണ്ടോ? അങ്ങനൊന്നും ഒരു ഇതില്ല. സെക്കൻഡ് പാർട്ടിന്റെ ഒരു സാധനവും ഇല്ല. നമുക്ക് പോയി അത്ര നേരം ഇരുന്ന് അടിപൊളിയായിട്ട് കണ്ടിട്ട് വരാം. അതാണ് തുടരും. ഫാമിലി അതെ, എല്ലാവർക്കും ഫാമിലി അല്ല, എല്ലാവർക്കും എന്ന് വെച്ചാ പോയി കണ്ടിരിക്കാം. ഇപ്പം മോഹൻലാലിന്റെ കുറെ പടം ഇങ്ങനെ എമ്പുരാനാണേലും 300 കോടിയൊക്കെ അവരടിച്ചെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പടം കണ്ടിട്ട് നമുക്കൊരു ഇത് തോന്നില്ല. പക്ഷെ ഒരൊറ്റ പടം മതി, മലയാളത്തിന്റെ മോഹൻലാൽ. അതാണ് പഴയ കാര്യമായിട്ട് പറയാ. വേറെ ഒരു നടനും ഒരു ആവറേജ് വളമ്പോ ഒരു 100 കോടി എത്തിക്കാൻ പറ്റും. സത്യം പറഞ്ഞ ഞാനൊരു ദിലീപ് ഫാനാ. നീ ആരുടെ ഫാനാ? ഞാൻ ഹാർഡ് കോർ ദിലീപ് ഫാനാ. മമ്മൂക്ക് ഇഷ്ടം, എല്ലാരെയും ഇഷ്ടം, മോഹൻലാൽ എല്ലാരെയും ഇഷ്ടം. പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ ദിലീപിനെ. പക്ഷെ ഒരൊറ്റ പടം ദിലീപിന്റെ ഒക്കെ ഒരു പടം വന്നാൽ കയറി ക്ലിക്കാം. പക്ഷെ ഈ ഒരു നടൻ ഡെൽ ബ്രാൻഡ്, അതാണ് മോഹൻലാൽ. സത്യം പറയാലോടാ, ശരിക്കും ഭയങ്കര അടിപൊളി പടം. ഞാൻ ആദ്യമായിട്ട് കുറെ നാൾക്ക് ശേഷം നമ്മൾ അവസാനമായിട്ട് ഞങ്ങൾ പുഷ്പ റിവ്യൂ ചെയ്തില്ലേ, ഞങ്ങള് വേറെ റിവ്യൂ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ നമുക്ക് ഒരു ഇത് തോന്നിയില്ല. സത്യം പറഞ്ഞാ ഈ പടം കണ്ടിട്ട് റിവ്യൂ ചെയ്യാതെ പോകാനും തോന്നില്ല. സത്യം പറയാമല്ലോ, ഞങ്ങളിപ്പൊ പെട്ടെന്ന് പോകാനും പറ്റില്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം. അതെ, സത്യം പറയാമല്ലോ, നിങ്ങൾ എല്ലാരും പോയി തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റ് വാച്ചോളാം. പിന്നെ ഇതിനകത്ത് കൊടുക്കുന്ന അവസാനം ഒരു മെസ്സേജ് ഒക്കെ ഉണ്ട്. അതായത് കറക്റ്റ് കാര്യം, ഓരോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറെ അധികം ഫൈറ്റ് സീൻസ് ഒന്നുമില്ല. പക്ഷെ ചില ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്, നമ്മള് കൈ അടിച്ചു പോകും. കൈ അടിച്ചു പോകും. അത് സത്യം പറയുന്നത് വെച്ചാൽ ഇവിടെ വേറെ ഒരു നടനും അത് പറ്റത്തില്ല. നമ്മൾ ഇതിപ്പോ ഈ വീഡിയോ ഇറങ്ങുമ്പോ നമ്മള് ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻസാ, നമ്മള് ചുമ്മാ തള്ളു അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷെ സത്യം പറയാലോ, ആ നടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇവിടെ മലയാളത്തിൽ പറ്റത്തില്ല. നമ്മള് മമ്മൂക്കൊക്കെ പറയാം, പക്ഷെ മമ്മൂക്ക അഭിനയിക്കും. പക്ഷേ ഇല്ലേ, സത്യം പറയാലോ, ഒരു സീനുണ്ട്, ഒരു കണ്ണ് വെച്ച് നോക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ പറയുന്നില്ല ഈ പടത്തി, അത് കാണണം ഗൈസ്. എന്ന് വെച്ചാ 2-3 വട്ടം അങ്ങനത്തെ ഒരു സീനുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോ ഒരു സൈഡ് ഗ്ലാസിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കും.
മോനെ ആ സീനൊന്ന് കാണണം. സത്യം പറഞ്ഞ മിസ് ചെയ്ത് ഫസ്റ്റ് ഇതൊക്കെ കേട്ടിട്ടിരിക്കുക. പക്ഷെ നമ്മളത് സ്പോയിലർ അത് പറയുന്നില്ല. അതെ, പിന്നെ പറയാനാണ് ശോഭനയുടെ അഭിനയം. ശോഭനൊക്കെ നൈസ് പക്ക അഭിനയമാണ്. പിന്നെ മറ്റേ നമ്മുടെ ആനന്ദത്തിലെ മറ്റേ അവനുണ്ടല്ലോ, മറ്റേ എന്തുവായിരുന്നു ദിയയുടെ പറയുന്ന കിടക്കുന്നുണ്ട്, അവന്റെ പേരെന്താന്ന് അവനുണ്ട്. അവനാ മോനായിട്ട് അഭിനയിച്ചിട്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മണിയമ്പിള്ള രാജു, പിന്നെ മോളായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്, കുറെ പേര്. പിന്നെ ബിനു പപ്പു, ആ പുള്ളി പക്കായിട്ട് ചെയ്തിട്ട്. പിന്നെ ഒരു പോലീസുകാരനുണ്ട്, എനിക്ക് ആ പുള്ളിയുടെ പേരറിയത്തില്ല, വില്ലനായിട്ട്, മെയിൻ വില്ലൻ, രണ്ടുപേരും വില്ലന്മാരുണ്ട്. അപ്പൊ അതിന് പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. പുള്ളിയുടെ സംസാരം പോലെ നമ്മളിങ്ങനെ സംസാരിക്കത്തില്ല. ഒരു സീനാ, ഒരു ജീപ്പിൽ ഇങ്ങനെ പോകുന്ന ഒരു സീനാ. പുള്ളി പോലീസുകാർ എങ്ങനെ സംസാരിക്കുന്ന അതിൽ ഇങ്ങനെ ചീത്തയൊക്കെ വിളിച്ചേ, ഇങ്ങനെ ഒരു ഡയലോഗ് വേണം, ഇങ്ങനെ അവരാധിക്കണം, അങ്ങനത്തെ ഒരു ഡയലോഗ് ഇടും. പക്ക ഐറ്റം സാധനം, കോമഡി സാധനം. എന്നുവെച്ചാ നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു കിടിലം പടമല്ല. കിടിലം പടം ഇവൻ കണ്ടില്ല, ഞാൻ റിവ്യൂ വരാനായിട്ട് വന്നെ. എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതല. എനിക്കിനി ഒന്നുകൂടെ ഒന്ന് പോണമെന്നുണ്ട്. അത്ര നമുക്ക് കണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആ പഴയ ലാലേട്ടൻ എന്ന് വെച്ചാൽ തുടക്കം തൊട്ട്, സത്യം പറയല്ലോ, തുടക്കം മറ്റേ പാട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞത് കാണുന്നത്. എല്ലാവരും തിയേറ്ററിലുള്ള എന്റെ അടുത്തൊക്കെ ഇരുന്നെന്ന് വെച്ചാൽ കുറെ അമ്മ എന്നുവെച്ചാൽ നമ്മളെക്കാട്ടി പ്രായമുള്ള അമ്മമാര്. അപ്പൊ ഞാൻ ഒരു അമ്മയുടെ അമ്മാമ്മ എപ്പോഴാണ് അമ്മമ്മ എന്നുവെച്ചാൽ എമ്പുരാനെ നമ്മള് കണ്ടില്ല. എമ്പുരാനെ ഞങ്ങള് പോയപ്പോ ഒരു അമ്മാമ്മ ശരിയാ കണ്ടായിരുന്നു. മോഹൻലാലിന്റെ പണ്ടൊട്ടുള്ള ഫാൻ, മോഹൻലാലിന്റെ ഏത് പടം ഇറങ്ങിയാലും വന്ന് ആദ്യം ദിവസം തന്നെ കാണുമായിരുന്നു. അതെ, അതുപോലെ അമ്മാമ്മ ഞാനും കണ്ടു. കുറെ പേര് എന്നുവെച്ചാ എല്ലാരും എന്ന് വെച്ചാൽ നമ്മളിപ്പോ പുള്ളി എത്ര ഊക്കിയാലും പുള്ളിയുടെ ഒരു ഒറ്റ പടം മതി വിജയിക്കാൻ. സത്യസന്ധമായിട്ട് പറയാം, നിങ്ങളെല്ലാരും പോയി തുടരും കാണുക. ഞാൻ അധികം റിവ്യൂ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ ഒരു ഹാപ്പിനെസ്, ഞാൻ സത്യം പറഞ്ഞാൽ കുറെ നാളായി ഇങ്ങനെ ഒരു പടം കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ട്. എന്ന് വെച്ചാൽ അത്ര സാറ്റിസ്ഫൈഡ് അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുറെ ഉണ്ട് ഇതിന്റെ മ്യൂസിക് ആയാലും ഡയറക്ഷനെ പറ്റി തരുൺമൂർത്തി ഇട്ട് മോനെ സീൻ പടം. എന്ന് വെച്ചാൽ മോഹൻലാലിനെ പുള്ളിക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പുള്ളി കറക്റ്റ് ആയിട്ട് പണി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പറയത്തില്ല ഇങ്ങനെ പണ്ണണമെന്ന്, പണി വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, പുള്ളിയുടെ സൗദി വെള്ളയ്ക്ക ഓപ്പറേഷൻ ജാവ ഇപ്പൊ 3ാമത്തെ പടം ഏത് തുടരും സീൻ പടം പുള്ളി എടുത്തു വെച്ചേക്കുന്ന ഇതിന്റെ സ്റ്റോറി എഴുതിയ നോക്കണം. അത് പുള്ളി എഴുതി വെച്ചേ, തരുൺമൂർത്തിയും വേറെ ആളോ എഴുതിയെന്ന് എഴുതി വെച്ചേക്കുന്ന പക്ക. പുള്ളി പറഞ്ഞിട്ട് പുള്ളിയുടെ അവിടെ നടക്കുന്ന സംഭവം. ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ നടക്കുന്ന കുറെ കാര്യങ്ങൾ, കൊലപാതകങ്ങളെ ബേസ് ചെയ്തൊക്കെ പോകുന്ന, അത് എല്ലാവരുടെയും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ നമ്മളിങ്ങനെ ഫേസ് ചെയ്യും. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അപ്പം ഒന്ന് ചിന്തിക്കും, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എങ്ങനെ വന്നാൽ ഇങ്ങനെ പറ്റുമോ ഇല്ലയോ എന്ന്. എന്തായാലും ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ലേ, ഇനിയും പടം കാണേണ്ടതാണ്. പടം കാണണം. സത്യം പറയാലോ, ലാലേട്ടൻ തിരിച്ചു വന്നു. എവിടെയും തിരിച്ചു വരാൻ പുള്ളി എവിടെയും പോയിട്ടില്ല. അപ്പൊ കോക്ക് പറയുന്നുണ്ട് പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ എത്ര പടം പൊട്ടിയാലും പുള്ളി ഇവിടെ തന്നെ കാണും. അത്രേ പറയാനുള്ളൂ. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. തുടരൂന്ന് പറയുന്നൊരു പടം കിഡിലം പടമാ. നിങ്ങൾ മാക്സിമം എല്ലാരും പോയി കാണുക. ഇനി ഇവൻ വൈകിട്ട് പോകുന്നുണ്ട്, ഇവന്റെ കൂടെ പറ്റുമോ എന്നെ കൂടെ കൊണ്ടു പോകണമെന്നുണ്ട്. സത്യം പറയാലോ, തുടരും അടിപൊളി പടം. ഒരു നമ്മൾ റിവ്യൂ ഒക്കെ പറയില്ലേ 10ൽ എത്ര കൊടുക്കും, 10 ഔട്ട് ഓഫ് 10. സത്യം പറയാം, ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്തവരോ. ഇതിനകത്ത് ആരെയും നെഗറ്റീവ് കാണിച്ചെന്ന് ഞാൻ അവർ പറയുന്നത് അത് ഉറപ്പുള്ള കാര്യമാണ്. നെഗറ്റീവ് ഇല്ല ഈ പടത്തി, സത്യസന്ധമായിട്ട് പറയാ. ടു ബി ഫ്രാങ്ക്, ഞാൻ ഒരു ദിലീപ് ഫാനാ. പക്ഷെ എന്നുവെച്ചാ ഇത് കണ്ടപ്പോ എനിക്ക് സത്യം പറയാലോ അത്രയ്ക്ക് അടിപൊളി. എല്ലാരും പോയി കാണും. കാരണം ആ ഒരു മോഹൻലാലും ശോഭനയും കൂടെ ഉള്ള ഒരു അത് പറയാൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഉറപ്പായിട്ടും പോയി കാണും. കാരണം എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവർ ആ ഒരു കോംബോ ചെയ്തിരിക്കുന്ന പല പടങ്ങളല്ലേ. തുടക്കം കുറെ സീൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ പാട്ടൊക്കെ ആണെങ്കിൽ ലാലേട്ടന്റെ കുറെ ഫോട്ടോ മോറും അതൊന്നും പറയാൻ പറ്റത്തില്ല. കുറെ ഷോട്ടൊക്കെ ഉണ്ട്, ഓരോ ഷോട്ടൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. ഈ എന്താ ഉരുൾപൊട്ടലിലെ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. എല്ലാം പക്ക, ഒന്നും പറയാനില്ല, പക്ക പടം കേട്ടല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും പോയി കാണുക. കുറച്ച് സമയമുള്ളൂ, 3 മണിക്കൂർ. അത്ര ടൈം പോയി എൻജോയ് ചെയ്യുമല്ലേ. ഒറ്റ കാര്യം പറയാം, പൈസക്ക് മുതലുള്ള പടമാണ്, അല്ല വെറും ആപ്പിപ്പ് പടമൊന്നും അല്ല, കൊള്ളാത്ത പടമല്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് ലാലേട്ടനെ വിശ്വാസം എല്ലാരും പോയി കാണുക. അതറിയാം, എന്നാലും പോയി കാണുക. കിടിലം പടമല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? പോയി കണ്ടിട്ട് അതെ, നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ഇടുക. അപ്പം തുടരും ലാലേട്ടൻ തുടരും. ഓക്കെ.